ഇന്നേ നമുക്കൊരു മധുരം കഴിച്ചാലോ. അതിന് ഞാൻ എന്താ സേമിയ മാംഗോ പായസം ഉണ്ടാക്കാൻ പോവാണേ. ഞാനിതൊരു 4 കപ്പ് പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടേ. അതുപോലെ തന്നെ 1 കപ്പ് സേമിയ വറുത്ത് വെച്ചിട്ടുണ്ട്. അതാ ഒരു മാങ്ങ, കണ്ടൻസ് മിൽക്ക്, 1 കപ്പ് ഷുഗർ, പിന്നെ ഇത് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിനകത്ത് കലക്കി കട്ട പിടിക്കാതെ കലക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാലൊന്ന് തിളയ്ക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഷുഗർ ഇടാമേ. 1 കപ്പ് ഷുഗറാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കലക്കി വെച്ച നമ്മുടെ കസ്റ്റാർഡ് പൗഡർ അതും കൂടി ഇടാം. ഇതിനകത്തിട്ട് നമ്മൾ വറുത്ത് വെച്ച സേമിയ ഇട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണേ. എന്നെ ഹെൽപ്പ് ചെയ്യാനേ ഇവിടെ കിച്ചി ഒത്തിട്ടുണ്ട്. മാംഗോ എന്ന് അരച്ചെടുത്തോണ്ട് വരാമേ. ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി മാങ്ങ അരച്ചത് അങ്ങോട്ട് ചേർക്കാം. ഇത് ഇട്ടിട്ട് നമ്മൾ ഒത്തിരി അങ്ങ് തിളപ്പിക്കരുതേ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ചൂടായി എടുത്താൽ മതി, തിളപ്പിക്കരുതേ. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇടാം. ഇനി നമുക്കേ തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് നമുക്ക് അതിനകത്ത് ഒഴിക്കാമേ. ഒത്തിരി വേണ്ട, കുറച്ച് മതി. കാരണം നമ്മൾ ഓൾറെഡി ഷുഗർ ഇട്ടതാണേ. കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്കിനി ഒന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ്ലി നമ്മുടെ നട്ട്സ് എല്ലാം കൂടെ വറുത്തതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ മാംഗോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴേ ഇതാണ് ഏറ്റവും നല്ല സ്വീറ്റ്. ഒരാൾ ജോലിക്ക് പോകാനായിട്ട് എഴുന്നേറ്റൊക്കെ വന്നു. ഇതൊന്ന് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. എന്തോ ഒന്ന് പറയണം കേട്ടോ. അത് എന്താണത്? സേമിയ പായസം. അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? സേമിയ മാത്രമേ ഉള്ളോ? രുചി നോക്കിയിട്ട് എന്താണ് അതിന്റെ ടേസ്റ്റ്? അപ്പൊ ഇത് അതെ, മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ ഇത് സേമിയ മാംഗോ പായസമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി.